നമസ്തേ. ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഃ. വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. എല്ലാ വിഷ്ണുമായ ഭക്തർക്കും എൻ്റെ നമസ്തേ. നമ്മൾ ഇപ്പം എൻ്റെ കാര്യം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒന്ന് സ്വാമിയുടെ ഒരു രൂപത്തിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ശക്തിയെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ കുട്ടിക്കാലം തൊട്ടേ സ്വാമിയുടെ ഒരു ഭക്തനാണ്. പിന്നീട് നമുക്ക് ബുദ്ധി കുറച്ചതിന് ശേഷം, അതായത് ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം, സ്വാമിയെ പറ്റി മനസ്സിലായതിനു ശേഷം നമ്മൾ സ്വാമിയുടെ ഉപാസന കാര്യങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് സ്വാമിയെ അടുത്തറിയുന്നുണ്ട്. ഞാൻ എൻ്റെ ഭഗവാനെ വളരെ സൗമ്യ ഭാവത്തിലാണ് ദർശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വളരെ സ്നേഹഭാവത്തിലുള്ളതായിട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളതും ദർശിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ഉപാസകന്മാരും സ്വാമിയുടെ ഭക്തരുമുള്ള നമ്മുടെ ഈ പുണ്യഭൂമിയിൽ സ്വാമിയെ പറ്റിയിട്ട് ഒരു ചിത്രം ഇപ്പം അടുത്ത് ഇറങ്ങേണ്ടായി. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സ്വാമിയെ പറ്റിയിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൽ മനസ്സിൽ വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വരൂപം കാണിക്കുകയുണ്ടായി. സ്വാമിയെ പറ്റി അറിയാത്ത കുറച്ചു ആളുകൾക്ക് ഭയം നൽകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തെ ഭാവമാറ്റം വരുത്തിയിട്ട്, അങ്ങനെ തന്നെ പറയണം, അതിനെ ദർശിപ്പിക്കുകയുണ്ടായി. വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഒരു ഉപാസകൻ എന്നുള്ള നിലയിൽ എനിക്ക് അത് ബാധിച്ചത്. അങ്ങനെ അനുഭവപ്പെട്ട ഒരുപാട് ഭക്തരും ഉപാസകരും ഉണ്ടാവണം. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? അതുകൊണ്ട് എന്താണ് ഗുണം കിട്ടുന്നത്? സ്വാമി ശക്തി സ്വരൂപനാണ്, ശരി തന്നെയാണ്. മഹാദേവ പാർവതി പുത്രനായ അദ്ദേഹത്തിനെ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? അദ്ദേഹത്തിനെ അടിമയാക്കി വെച്ചുകൊണ്ട് എന്ത് അധർമ്മവും ചെയ്യാം എന്നാണോ നമ്മൾ നമ്മുടെ സ്വാമി പറ്റി അറിയുന്നവരും അറിയാത്തവരുമാവുന്ന ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്? തെറ്റല്ലേ? ഞാൻ പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ ദേശത്ത് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വാമിയുടെ ഒരുപാട് ക്ഷേത്രങ്ങളും മഠങ്ങളും സ്ഥിതി ചെയ്യുന്ന ആ സ്ഥാനത്തൊക്കെ ദുർമന്ത്രവാദമാണോ ചെയ്യുന്നത്? അധർവമാണോ ചെയ്യുന്നത്? എന്നിട്ട് അവിടുത്തെ സന്തതി പരമ്പരകൾ സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു? പഠനവിധേയമാക്കേണ്ടതാണ്. അതുകൊണ്ട് അത് വളരെ വേദന തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. സ്വാമി വളരെ സൗമ്യസ്വരൂപനായ, ഇപ്പൊ കരിങ്കുട്ടി സ്വാമിയെ പ്രതിപാദിക്കുന്നത് തന്നെ കൃഷ്ണായ കൃഷ്ണവർണ്ണായ കരിങ്കുട്ടി ചാത്തായ നമഃ എന്നാണ്. കൃഷ്ണന്റെ നിറത്തോട് കൂടിയവനെ, കൃഷ്ണവന് തത്തുല്യമായവനെ, ഭഗവാൻ കൃഷ്ണനെ എങ്ങനെയാണോ ദർശിക്കുന്നത് അങ്ങനെ തന്നെ തമ്പുരാനെ ദർശിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ കണ്ണൂർ പോയിരുന്നു. കണ്ണൂർ തലശ്ശേരി ചമ്പാട് എന്ന ഗ്രാമത്തിലെ സ്വാമിയുടെ ശാസ്തപ്പൻ്റെ ഒരു തെയ്യം കാണാൻ ഇടവന്നു. എന്ത് ഭംഗിയായിട്ടാണ് അവിടെ തെയ്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്! എത്ര ഭക്തിയോട് കൂടിയിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ നിന്ന് കൽപ്പന സ്വീകരിക്കുന്നത്, അനുഗ്രഹം സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ദേവനെ പറ്റിയിട്ടാണോ ഇങ്ങനെ പറയുന്നതും ചിത്രീകരിക്കുന്നതും? വളരെയധികം വിഷമം തോന്നിയത് കൊണ്ടാണ് പറയാനുണ്ടായ കാരണം. അത് എൻ്റെ വീഡിയോ ദർശിക്കുന്ന, സ്വാമിയെ പറ്റി പഠിക്കുന്ന, സ്വാമിയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന സ്വാമിയുടെ സന്താനങ്ങൾക്ക് അത് പറഞ്ഞു തരണമെന്ന് തോന്നിയത് കൊണ്ടാണ്. സ്വാമി ഇരിക്കുന്നിടം സമ്പൽ സമൃദ്ധി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ധനബലം ഉണ്ടാവുന്നു, സൗഖ്യമുണ്ടാവുന്നു, കുടുംബ ഐക്യമുണ്ടാവുന്നു, സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നു, നൂറുമേനി കൊയ്യുന്നു പാടങ്ങളില്. അത്രയധികം ശക്തിസ്വരൂപനും സൗമ്യ സ്വഭാവത്തിൽ നമ്മുടെ അടുത്ത് അനുഭവപ്പെടുന്നതുമായ ഒരു ശക്തിയെ അങ്ങനെ ചിത്രീകരിച്ചതിലൊരു വേദന തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സ്വാമിയുടെ ഉപാസകരെ, അങ്ങനെയല്ല തമ്പുരാൻ. തമ്പുരാൻ വളരെ സൗമ്യസ്വരൂപനായ, ഭക്തവത്സലനായ പൊന്നുതമ്പുരാനെ പറ്റിയിട്ട്
അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. അദ്ദേഹം കൂടെ നിൽക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്ന ഓരോ വ്യക്തികളും. അപ്പോൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. സന്തോഷം. നമസ്തേ. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.